അപ്പോൾ ഗൈസ് കുടിലടത്തിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ രണ്ട് ഹൈലൈറ്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കിലോക്ക് 250 രൂപ വരുന്ന നസർബാത്ത് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയുടെ ഒരു നെൽക്കതിറിൻ്റെ ഒരു പാടി നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ 40 അടി താഴ്ചയുള്ള തവളക്കുളം. അപ്പോൾ നമ്മൾ കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സീതാർകുണ്ടുകൊക്കെ പോവുക. ആ പോണതിൻ്റെ കുറച്ച് ഒരു 100 മീറ്റർ മുന്നിലാണ് ഈ കുടിലടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കിടക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടേക്ക് എൻട്രൻസ് 20 രൂപയാണ്. നേരെ നമ്മൾ തമിഴ്നാട് റോഡ് ഹൈവേയിൽ പിടിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലം നമുക്ക് കാണാം. റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. ഇത് ഇവിടേക്ക് പ്രവേശനം 20 രൂപ ഇല്ലാതെ ഇല്ല. നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ അവർ പറയും ഇതിന് 20 രൂപയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മുന്നിൽ കാണുന്നതൊക്കെ കുറേ അരികളുണ്ട്, പലതരങ്ങൾ അരികളുണ്ട്, പിന്നെ മുളക് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസുകളുണ്ട്. നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ മീനിൻ്റെ കുളം ഉള്ളത്. അവിടെ മീനിൻ്റെ തീറ്റയ്ക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ കാണാം. പിന്നെ സൈഡിൽ കൂടെ തോട് പോകുന്നുണ്ട്. പിന്നെ മുളയുടെ ഉള്ളിൽ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഫ്ലവറൊക്കെ. ഇതിൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് എനിക്കൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. 1-2 മീൻ ഇങ്ങനെ മുകളിൽ അങ്ങനെ വന്ന് പോയി എന്നുള്ളൂ. പിന്നെ ഒന്നും കാണാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സിലോപ്പി ഉണ്ട്, വേറെ ഏതൊരു മീനുണ്ട് എന്ന് അവർ പറഞ്ഞു. നമുക്ക് കുറേ ടൈമിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി. ഇവൻ നമുക്ക് തീറ്റ കൊടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എവിടെയൊക്കെ പോകേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ എത്രയൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ ഒരു കുടിലത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കാര്യമായിട്ടുള്ള പറ്റുന്നത് നമ്മളെ ഫസ്റ്റ് പറഞ്ഞ മാതിരിക്കുള്ള നസർബാത്ത് അരിനെ നമ്മൾ ചിലപ്പോൾ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പർപ്പിൾ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കതിരുകൾ നമുക്ക് കാണാം. ഇപ്പോഴത്തെ അതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അതിൻ്റെ സാധനങ്ങൾ അവർ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് തവളക്കുളം എന്ന് പറഞ്ഞിട്ടുള്ളത്. 40 അടി താഴ്ചയുള്ള തവളക്കുളമാണ്. പിന്നെ നമുക്ക് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നെല്ലിയാമ്പതി മലനിരകൾ കാണാം. അവിടെയാണ് ആ സീതാർകുണ്ടും പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ബോർഡുള്ളത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. അപ്പോൾ ഈ ഒരു ഇതും ഈ ഒരു കുളം നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ടുള്ള കാണാം. അപ്പോൾ ഇതിനെ ഇവിടെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കാളവണ്ടി ഉണ്ടാവില്ല, കാളവണ്ടി ആളെ കയറ്റുന്ന ആ കാളവണ്ടിയുടെ ബാക്കിലുള്ള സാധനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചരക്ക് കയറ്റുന്ന സാധനമുണ്ട് അതിൻ്റെ സൈഡിൽ. നമ്മൾ തുടക്കത്തിൽ ഈ സൈഡിലും എന്നൊക്കെ വന്ന് കാണുമ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടായിരുന്നു. പക്ഷേ അതിന് 4 പുറം കിട്ടിയ വെയിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവ് ബട്ടർഫ്ലൈയുടെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നസർബാത്ത് കതിര് എന്ന് പറഞ്ഞിട്ടുള്ള റൈസ്. ഇത് വന്നാണ് റൈസ്. ഇപ്പോൾ റൈസ് ഉണ്ടാവുന്ന ഒരു ടൈമല്ല. ഇവിടെ ഇങ്ങനെ പർപ്പിളായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള റൈസ് എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. 250 രൂപയോളം കിലോന് വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വരുന്നത് വെള്ള റൈസായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. ഇതുമ്പോൾ കതിര് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കി. ഇത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഇങ്ങനെ ഒരു പാടി എന്ന് പറഞ്ഞിട്ടുള്ള പർപ്പിൾ പാടി എന്ന് പറഞ്ഞിട്ടുള്ള മാത്രം. ഇനി ഇതിൻ്റെ പേര് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞില്ല. മഹാരാഷ്ട്ര പ്രൊഡക്റ്റാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ വേറെ എന്തോ ഒരു അബ്ഹോറാമോ അങ്ങനെ എന്തൊക്കെ ഒരു റൈസാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ടൊക്കെ പേര് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പർപ്പിൾ റൈസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ചിലയിടത്തൊക്കെ കാണുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. മറ്റിടത്തൊന്നും നമ്മൾ നെൽക്കതിർ പൊങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫീലിങ്സ് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ ഈ ഒരു ഹട്ട് നമുക്ക് മോൾക്കൊക്കെ കയറിയിട്ട് പിന്നെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. ഇവിടെ നിന്ന് കയറി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ്. എല്ലായിടത്തും കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിൽ നിന്ന് ആ നെൽക്കതിരൊക്കെ കാണുന്നതിന് കറക്റ്റായിട്ട് കാണാം. നല്ല കാറ്റടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഇത് കുത്തിയിട്ടുള്ളൂ, ഞാറ് കുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഇത് അവിടുത്തെ കൃഷിഭവൻ്റെ ഒരു ഇപ്പോൾ ഉണ്ടാക്കി വെച്ചൊരു പ്രൊഡക്റ്റും കൂടിയാണ്. അവിടെ കൃഷിഭവൻ്റെ ഒരു കീഴിലുള്ളതാണ് ആ റൈസ് വരുന്നത് കേട്ടോ, നമ്മൾ നസർബാത്ത്. പിന്നെ നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സംഭവം വെള്ളം തേവുന്നതാണെന്ന് പറയാം. വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് കണ്ടത്തേക്ക് ആക്കി ഇടുന്നതാണ്. ഇപ്പം എല്ലായിടത്തും ഞാറ് നട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പിന്നെ മഴയുടെ ഒരു സീസണും ടൈമും കൂടിയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പെക്റ്റ് ചെയ്ത ഒരു സംഭവം ഈ കുടിലത്തിൽ ഇപ്പം ഉണ്ടാവില്ല.
നമ്മൾ ആ വെയിലൊക്കെ വന്നിട്ട് ഒന്ന് കതിരൊക്കെ നല്ല പൊന്തി വന്നിട്ടുള്ള ഒരു ടൈമിലൊക്കെ വെച്ചാൽ ഇവിടെ കാണാൻ നല്ലൊരു രസമുണ്ട്. ഇതാണ് മൊത്തത്തിൽ എല്ലായിടത്തും ഇതേമാതിരിക്കുള്ളൊരു ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. മെയിനായിട്ട് ചിലപ്പോൾ ഇതുകൊണ്ട് ഇക്കാരം കുടിലിടന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അവർ അണ്ടറിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇതേമാതിരിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും ഇതിൻ്റെ പ്രദേശങ്ങൾ ഞാനൊരു പാലക്കാട് ജില്ലക്കാരനാണ്. അപ്പോൾ നമുക്കും നമ്മളെ ചുറ്റുഭാഗത്ത് എല്ലായിടത്തും ഈ ഒരു പാടുള്ളതാണ്. പുറമെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോഴും എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇതുണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് എന്താണെന്നുള്ള ഇങ്ങനെ ഒരു ഫീലിംഗ് എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അവിടെ ഒരു ടീം ഞാറ് നട്ടും കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സിറ്റുവേഷനിലൊക്കെ കണ്ടില്ല നിങ്ങൾ ആ ചുറ്റുഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ കുടിലിടം കാണാം. പിന്നെ ഈ തമിഴ്നാടിനായിട്ട് അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയുടെ എല്ലാ പ്രദേശത്തും പോയി കഴിഞ്ഞാലും ഈ ഒരു നെല്ലിയാമ്പതി മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം നമ്മൾ ചുറ്റുഭാഗത്തുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് വെള്ളം ചാടണമൊക്കെ ഇവിടെ നിന്നൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് മഴയൊക്കെ പെയ്തുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചെടികൾ തന്നെ പ്രകൃതിയായിട്ട് തന്നെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ച മാതിരി തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മുന്നിൽ കണ്ട ഒരു സംഭവം. പിന്നെ ഒരു തോണി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് മുന്നിൽ. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നാമത് കാരണം അതിനൊരു സീസൺ അല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ കമ്മിയായിട്ടുള്ളത്. കാരണം എൻ്റെ മുന്നേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് എൻജോയ് ചെയ്യണമെന്ന് കരുതുന്നവർക്ക് മാത്രം ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞു വന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് അറിയില്ലേ, അതുകൊണ്ട് മാത്രം. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതൊക്കെ കഴിഞ്ഞിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഈ നെൽക്കതിരൊക്കെ പൊങ്ങുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആസ്വദിക്കാനും പറ്റിയ നല്ല ടൈമുണ്ടാവും. നമുക്ക് ആ പിന്നെ കുടിലിടത്തിലൊക്കെ പോയിട്ട് നല്ല ഇരുന്ന് ആസ്വദിക്കാം. അപ്പം നമ്മൾ വരുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ തവളക്കിണറിനെ കുറിച്ചിട്ട് പറയാമെന്നല്ല. 40 അടി താഴ്ചയുള്ള ഒരു തവളക്കിണറാണ് ഈ കാണുന്നത്. ഇതിൽ ഇട്ടിട്ടും നമുക്ക് ഡയറക്റ്റ് ഒരു സാധനത്തിനെ ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാകുന്നില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനും നമ്മളതിൽ കാണാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല നോക്കണ ടൈമിൽ. ഏതൊക്കെ അരികളാണ് ആ അരി ഉണ്ടാവും? അതേതാണ്? എന്തായാലും സർബത്ത് എന്താ വില? 250 250 അതൊക്കെ ഇവിടെ ഉള്ള അല്ലേ? അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണ? അപ്പോൾ ഫസ്റ്റ് കുടിലത്തിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര സ്ഥലങ്ങൾ കാണാനുണ്ട് എന്നുള്ളത് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം കാണുന്നുണ്ട്. ഇതാണ് ഇവരെ കളം എന്നറിയും. നമ്മൾ നെല്ലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതേമാതിരി തന്നെ നെല്ലിൻ്റെ കറ്റി കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ട്രാക്ടറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ഇടമാണെന്ന് തോന്നുന്നത്. അവരെ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയാണെന്ന്. പിന്നെ ആരെങ്കിലും വരിക വെച്ചാൽ ടോയ്ലറ്റും